everyone, welcome back to my channel Chris World. ഇന്ന് എൻ്റെ ഒരു സൺഡേ ഫുൾ വ്ളോഗാണ്. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എണീറ്റെങ്കിലും ഒരു എക്സാം ഉള്ളത് കാരണം ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് എക്സാം അറ്റൻഡ് ചെയ്തു. രാവിലെ എണീറ്റാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേർട്ടൻസൊക്കെ തുറന്ന് വെളിച്ചൊക്കെ അകത്തേക്ക് കടത്തി വിടാൻ ചെയ്യാം. കേർട്ടൻസൊക്കെ അടച്ചിടുമ്പോൾ നല്ല ഗ്ലൂമി എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചൊക്കെ കടന്ന് നല്ലൊരു പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ റൂമിൽ 2 വിൻഡോസ് ഉള്ളത് കാരണം അത്യാവശ്യം നല്ല വെളിച്ചം റൂമിലേക്ക് കിട്ടാറുണ്ട്. അപ്പോൾ കേർട്ടൻസ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അടുത്ത കാര്യമാണ് ബെഡ് ക്ലീൻ ആക്കാൻ. ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ റൂമൊക്കെ ക്ലീൻ ആയിരിക്കുമ്പം നമുക്കൊരു പോസിറ്റീവ് ആംബിയൻസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് ഒരു കാര്യം ചെയ്യുമ്പം നമുക്ക് പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി കൂടി കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മോർണിംഗ് റുട്ടീനാണിത്. ഇത് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ 5 to 10 minutes മതിയാവും. പക്ഷെ എല്ലാവരും മടി കാരണം മാറ്റിവെക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ ഇത്. ആ മടിയൊക്കെ മാറ്റിവെച്ച് ഇതങ്ങോട്ട് ചെയ്താൽ ഡേ തന്നെ അടിപൊളിയായിരിക്കും. ആക്ച്വലി എൻ്റെ പല്ല് തേപ്പൊക്കെ ആ ചായ കുടിക്കുന്നതിന് മുന്നേ കഴിഞ്ഞതാണ് കേട്ടോ. ബെഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഹെയർ ഒന്ന് കെട്ടിവെക്കുക. ഇതും പോസിറ്റിവിറ്റിയുടെ ഭാഗമാണ്. ഹെയറൊക്കെ അടിപൊളിയായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് വീഴാത്ത രീതിക്ക് ഒന്ന് കെട്ടിവെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ജേർണലിങ്. ആക്ച്വലി ഈ ഇയർ മൊത്തം ഞാൻ ജേർണലിങ് ചെയ്തിട്ടുണ്ട്. എല്ലാ മന്തൊന്നും അടിപൊളിയായി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് എ പ്രെറ്റി ഗുഡ് ഹോബി ഫോർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. നല്ല നല്ല ഹാബിറ്റ്സ് കൊണ്ടുവരാനും മടി മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല നല്ല ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ബുക്കും ഒരു പെന്നും ഉണ്ടെങ്കിൽ തന്നെ ഇത് എവിടെ ഇരുന്ന് വേണേലും ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊരു ഹാബിറ്റായിട്ട് മാറിയാൽ ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. ആൻഡ് നിങ്ങൾക്ക് ലൈഫിൽ അടിപൊളിയായി പോസിറ്റീവായി ഇരിക്കാൻ ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. എനിക്കിപ്പം ജേർണലിങ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞാനിത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സ്, പിക്ചേഴ്സ്, കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ വരച്ച ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ്. അതുപോലെ ഇത് ഞാൻ വാങ്ങിയ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇതിൽ കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ 2 സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 49 rupees ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തന്നെ ഒരു 12 മണിയായി കാണും. അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കുക്ക് ചെയ്യാൻ പോവാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് സോയാബീൻ ഫ്രൈയും ദാൽ തടുക്ക. നമ്മുടെ പരിപ്പ് കറി അതന്നെ. ഞാൻ റീസെൻ്റ്ലി ആണ് കേട്ടോ കുക്കിംഗ് പഠിച്ചത്. ഞാൻ ഇത്ര അടിപൊളിയായി കുക്ക് ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അധികം വിഭവങ്ങളൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി കഴിക്കലാണ് കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ട് മൂവി കാണുന്നത് അത്ര നല്ല കാര്യമല്ലെങ്കിലും എനിക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് മൂവി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ബിസ്ക്കറ്റൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുതുതായി കൊണ്ടുവന്ന ഒരു ഹാബിറ്റാണ് റീഡിങ് എ ബുക്ക് ഡെയിലി. ഇപ്പം ഞാൻ വായിക്കുന്നത് സൈക്കോളജി ഓഫ് മണിയാണ് കേട്ടോ. ആൻഡ് ഇന്നലെ മാസ്റ്റർ യുവർ ഇമോഷൻസ് എന്ന പേരുള്ള ഒരു ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുറത്തു പോകാമെന്ന് വിചാരിച്ച് ഒരു ക്വിക്ക് ഷവർ എടുത്തു. അങ്ങനെ പെട്ടെന്ന് റെഡിയായിട്ട് നമ്മൾ വേറെ എവിടെയല്ല കേട്ടോ പോകുന്നത്, ഫുഡ് വാങ്ങാനാണ്. അതിൻ്റെ ഒന്നിച്ച് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയൊരു ഡെസേർട്ട് കൂടി ഉണ്ടായിരുന്നു. ഇതാണ് മസാല ഷവായി വിത്ത് അഫ്ഗാനി റൈസ്. കറൻ്റ്ലി വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡ് കൂടിയാണ് കേട്ടോ ഇത്. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഞാൻ കണ്ട 2 മൂവീസും ഷാറുഖ് ഖാൻ മൂവീസ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മളെ ബെസ്റ്റ് പാർട്ടായ ഡെസേർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഇതൊരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. ക്രീം ബൺ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി സൺഡേ വ്ളോഗ്.
അപ്പോൾ ഗുഡ് നൈറ്റ്.